യെസ്, അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ആ ഒരു കപ്പിൾ പോർട്രേറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു പണി കൂടെ മാത്രമേ ബാക്കിയുള്ളൂ, ഈ വാർണിഷ് അടിക്കുക. അതും കൂടി കഴിഞ്ഞാൽ ഡൺ. അപ്പോൾ നമ്മളിത് വരച്ച് തുടങ്ങിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അതിനിടയ്ക്ക് എനിക്ക് അസുഖമൊക്കെ വന്ന സൈഡായി, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ എന്നാൽ പോലും ഞാനിത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഇത്രയെങ്കിലുമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പോർട്രേറ്റ് ഞാൻ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നേ ഞാനൊരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇത് ഞാൻ നന്നായി മെനക്കെട്ട് മാത്രമേ ചെയ്യൂ, പഠിച്ച് മാത്രമേ ചെയ്യൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. കാരണം എപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ വരച്ചു പോന്നാൽ നമ്മൾ അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ആവും. തട്ടിക്കൂട്ട് പരിപാടികൾ മതിയെന്ന് തോന്നും. പക്ഷേ ഇത് ഞാൻ ഒരുപാട് സമയമെടുത്ത് മെനക്കെട്ട് ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ട് അതിന് കാണാനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വാർണിഷ് അടിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇതുപോലെ ടേബിൾ ഭംഗിയാക്കാൻ, വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം, എന്നിട്ട് വേണം അടിക്കാൻ. കാരണം അത്യാവശ്യം നല്ല ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സാധനമാണിത്. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു സാധനം പോലും എടുത്ത് വെക്കരുത്. ഈ ടേബിൾ പോലും പിന്നീട് നന്നായിട്ട് തുടച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ വാർണിഷും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോർട്രേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബ്രദറാണ് എനിക്കിതിന് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഒരു 3-4 വർഷത്തിന് ശേഷം അത്രയും മെനക്കെട്ടിരുന്ന് വരച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പോർട്രേറ്റ് എപ്പോഴും സ്പെഷ്യലായിരിക്കും. ഇനി നമുക്കിത് നമ്മുടെ കസ്റ്റമറിന് അയച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. ബൈ.